വെൽക്കം ബാക്ക് ടു മൂവിങ് പോസ്റ്റ് കാർഡ്സ്. ഇവിടെ മദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് മാർച്ചിലാണ്. നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലൊക്കെ ഇറ്റ്സ് ഓൺ മെയ് 2nd സൺഡേ ആണ് മദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഇപ്രാവശ്യത്തെ മദേഴ്സ് ഡേക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു മിനിയേച്ചർ രീതിയിലുള്ള ഒരു ക്രാഫ്റ്റിംഗ് ചെയ്യാമെന്ന് കരുതി. ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത് എൻ്റെ മമ്മിക്ക് ഒരു ക്യാബിനറ്റ് ഉണ്ടായിരുന്നു. അതിൽ കുറേ പ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു കളക്ഷനാണ് മമ്മിക്ക് ഉണ്ടായിരുന്നത്. ഈ പണ്ട് നമ്മുടെ ഗൾഫ് കൺട്രീസിനെയൊക്കെ പേർഷ്യ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം മമ്മി ആ പ്ലേറ്റിനെ വിളിക്കുന്നത് പേർഷ്യൻ പ്ലേറ്റ് എന്ന് പറഞ്ഞ് വിളിക്കുമായിരുന്നു. അപ്പോൾ ഈ പേർഷ്യൻ പ്ലേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വൈറ്റ് സെറാമിക്കിൽ ഇപ്പം അത് ഭയങ്കര കോമണാണ്. മിക്ക ബ്രാൻഡിലും ഒക്കെ നമുക്ക് കിട്ടും. ഒരു വൈറ്റ് സെറാമിക് പ്ലേറ്റിൽ ഈ ചുറ്റും ഒരു ബ്ലൂ കളർ ബോർഡർ ആയിട്ടുള്ള ഒരു പ്ലേറ്റാണ് അത്. നമ്മുടെ ഈ ഗൾഫിലുള്ളവരുടെ വീട്ടിലൊക്കെ അതുണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഒരു സ്റ്റാൻഡേർഡായിട്ട് കാണുന്ന ഒരു പ്ലേറ്റാണ്. അപ്പോൾ അതിന് പേർഷ്യൻ പ്ലേറ്റ് എന്ന് പറയുമായിരുന്നു. അപ്പം ഞാൻ അങ്ങനത്തെ പ്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു ചെറിയൊരു കട്ടിംഗ് ബോർഡിൻ്റെ ഷേപ്പിൽ ഫിക്സ് ചെയ്ത് എടുക്കാമെന്ന് വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ അമ്മമാർക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു കളക്ഷൻ ഉണ്ടാവും. പക്ഷേ ഇതൊന്നും ഉപയോഗിക്കത്തുണ്ടാവില്ല. ഗസ്റ്റും നോർമൽ ഡേയ്സിൽ എന്തായാലും എടുക്കത്തില്ല. പിന്നെ വല്ല ഫങ്ഷനും ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്ന വല്ല ഗസ്റ്റൊക്കെ വരുമെങ്കിൽ ഇതെടുത്താലായി. അപ്പം നമ്മൾ എപ്പോഴും മമ്മിയുടെ അടുത്ത് പറയാറുണ്ട്, ഇതെന്തിനാ ഇങ്ങനെ ഈ കബോർഡിൽ തന്നെ വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പം അതായിരുന്നു അതിൻ്റെ ഒരു പ്രശ്നം. അപ്പം ഞാനിങ്ങനെ ഇത് നമ്മൾ ഈ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഈ മിനിയേച്ചേഴ്സ് കിട്ടുന്ന കുറേ സ്ഥലമുണ്ട്. അപ്പം അവിടെ നിന്നൊക്കെ കുറച്ചൊക്കെ വാങ്ങിച്ച് വെച്ചിരുന്നതാണ്. അപ്പം അതിന് കിച്ചൺ തീമായിട്ട് പോകുന്ന ഒരു പ്ലേറ്റ്സ്, ക്യാബിനറ്റ്സ്, ഒരു ക്ലോക്ക്, ചെറിയ ഫോട്ടോ ഫ്രെയിമൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു വൈറ്റിൽ ബ്ലൂ പ്രിന്റ് വരുന്ന പ്ലേറ്റ്സിൻ്റെ കാര്യം. അപ്പം ഇത് കോമൺലി ആയിട്ട് ഇപ്പം മിക്കവരുടെ വീട്ടിലും ഇത് ഉണ്ടാവും. പക്ഷെ പണ്ടൊക്കെ ഭയങ്കര റെയറായിട്ട് കിട്ടുന്ന ഒത്തിരി സ്വർണം പോലെ കാത്തു സൂക്ഷിക്കുന്ന പ്ലേറ്റും കപ്പും സോസറൊക്കെ ആയിരുന്നു ആ കാലത്ത്. ഇപ്പോഴും അതിന് വല്ല മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് തോന്നുന്നു. കാരണം ഞാനാണെങ്കിൽ പോലും ഇങ്ങനെ ഈ പ്ലേറ്റൊക്കെ നല്ല പ്ലേറ്റൊക്കെ കാണുമ്പോഴത്തേക്കും ഈ വാങ്ങിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ സെറ്റായിട്ട് വാങ്ങിച്ചില്ലെങ്കിൽ ഒരു ഒറ്റ പ്ലേറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ സൂക്ഷിച്ചെടുത്ത് വെക്കാറുണ്ട്. അപ്പം എന്തിനാ ഇങ്ങനെ സൂക്ഷിച്ചെടുത്ത് വെക്കുന്നതെന്ന് ഞാൻ പണ്ട് മമ്മിയുടെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ എന്നോട് തന്നെ ഇപ്പം ചോദിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ പ്ലേറ്റൊക്കെ നമുക്ക് ഈ വാൾ പ്ലേറ്റ്സ് ചെയ്യാൻ ഭയങ്കര രസമാണ്. അതിന് നമുക്ക് ഒരു ഒറ്റ സിംഗിൾ പ്ലേറ്റ്സ് ആയാലും മതി. അതിൻ്റെ ഒരു കളക്ഷൻ ആകുമ്പോൾ പതുക്കെ അതൊരു കളക്ഷൻ ആകുമ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ചെറിയ കുഞ്ഞ് നമുക്ക് ഫുഡിന് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളും അതിൻ്റെ മിനിയേച്ചേഴ്സും, പിന്നെ കുറച്ച് കോപ്പർ പാൻസും കട്ടിംഗ് ബോർഡ്സും, ഇതിൽ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഒരു ഇതനുസരിച്ച് അത് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് മാറ്റുകയും ചെയ്യും. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഗിഫ്റ്റിംഗ് ഐഡിയ ആണിത്. നമ്മൾ ഈ ചൂസ് ചെയ്യുന്ന ഗ്ലൂ ക്രാഫ്റ്റിങ്ങിന് നമുക്ക് പലത് കിട്ടും. അപ്പം വുഡിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗ്ലൂ വേണം യൂസ് ചെയ്യാൻ. ചില ബ്രാൻഡിലൊക്കെ നമ്മൾ ഒട്ടിച്ചാലും പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ ഇളകി വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ വുഡിൻ്റേതായിട്ടുള്ളതൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ അത് നല്ലവണ്ണം സ്ട്രോങ് ആയിട്ട് തന്നെ ഒരു കുഴപ്പവും കൂടാതെ നിന്നോളും. പിന്നെ ഒരു കിച്ചൺ തീമിന് കൊണ്ടുവരാനായിട്ട് കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചെറിയ സാധനങ്ങൾ, ഇപ്പം മിനി ഫ്രിഡ്ജൊക്കെ ഉണ്ടെങ്കിൽ ആ താഴത്തെ ആ ക്യാബിനറ്റ് ഇതുപോലെ വെക്കണമെന്നില്ല. ആ ഫ്രിഡ്ജ് തന്നെ ഓപ്പണൊക്കെ ആക്കി വെക്കാം. അങ്ങനെ പല നമ്മുടെ ഇമാജിനേഷനിൽ വരുന്നത് പോലെ നമുക്ക് കളക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അമ്മമാരുടെ കാര്യം പറയുമ്പോഴത്തേക്കും മമ്മി ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റ്സ് ആണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അമ്മമാരുടെ എല്ലാ ഫുഡിൻ്റെയും ഒരു പ്രത്യേക
പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ റെസിപ്പി മൊത്തമായിട്ട് അറിയാമെങ്കിൽ പോലും നമുക്ക് അതേ ടേസ്റ്റോടെ എന്തെങ്കിലും ഒരു 99% ചിലപ്പോൾ കറക്റ്റ് ആവുള്ളൂ, 1% സ്റ്റിൽ മിസ്സിങ് ആയിരിക്കും. ഒരു സ്മെല്ലിലോ അല്ലെങ്കിൽ ആ ടേസ്റ്റിലോ എന്തെങ്കിലും ഒരു മിസ്സിങ് ആയിരിക്കും. പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് അമ്മമാരുടെ ഉണ്ടാക്കുമ്പോൾ അവർ ചിലപ്പോൾ മേ ബി ദേ ആർ ആഡിങ് ഇൻ സോ മെനി സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഓഫ് ലവ്. ദി സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇസ് ഓൾവേസ് ലവ് എന്ന് പറയുന്ന പോലെ അമ്മമാരുടെ ആ ഒരു സ്നേഹത്തിൻ്റെ 1% നമുക്കത് ഒരിക്കലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഈ ഒരു മദേഴ്സ് ഡേ ഇറ്റ്സ് ജസ്റ്റ് എ റിമൈൻഡർ ടു ലെറ്റ് ഓൾ ദി മദേഴ്സ് നോ ദാറ്റ് നമുക്ക് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ തന്നെ വേണം എന്നില്ല ടു സെലിബ്രേറ്റ് യു, ബിക്കോസ് മദേഴ്സ് ലൈക്ക് യു ആർ സെലിബ്രേറ്റഡ് എവറി ഡേ. എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് യൂട്യൂബിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടണം എന്ന്. പക്ഷേ ഇപ്പോഴും ഇൻസ്റ്റഗ്രാം റേഷ്യോയിൽ ഞാൻ വീഡിയോസ് എടുക്കുമ്പം യൂട്യൂബിലേക്ക് എനിക്ക് അറിയില്ല അതെങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എങ്ങനത്തെ റേഷ്യോ, ഇതെങ്ങനെ അക്സെപ്റ്റ് റേഷ്യോ മാറ്റാൻ പറ്റുമെന്ന് ഇപ്പോഴും എനിക്കറിയത്തില്ല. അപ്പം ഇതെന്തായാലും എനിക്ക് അപ്ലോഡ് ചെയ്യണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇൻസ്റ്റഗ്രാമിലെടുത്ത അതേ വീഡിയോ ആ ഒരു ഇതിൽ തന്നെ ഞാൻ ഇതിലിടുന്നത്. സോ ഇങ്ങനത്തെ വീഡിയോസ് എനിക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. പ്ലീസ് ഡു ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ. സീ യു വിത്ത് യെറ്റ് അനദർ ഈസി ക്രാഫ്റ്റ് ഐഡിയ അല്ലെങ്കിൽ ഒരു ടേബിൾ ഡെക്കർ ഐഡിയ ആയിട്ട് ഉടനെ അടുത്ത് കാണാം. ആൻഡ് ഹാപ്പി മദേഴ്സ് ഡേ.